അടുത്ത സമയത്ത് പാകിസ്ഥാൻ രണ്ട് വെല്ലുവിളികളാണ് ഇന്ത്യയോട് നടത്തിയിരിക്കുന്നത്. അതിലേറ്റവും തമാശയെന്ന് പറയുന്നത് പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ സബാഷ് ഷെരീഫ് അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് പാകിസ്ഥാൻ്റെ എക്കോണമി ഇന്ത്യയുടെ മുകളിലാകും. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം യുണൈറ്റഡ് നേഷൻ്റെ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ജനീവയിൽ വെച്ച് നടന്ന കൗൺസിലിൽ പാകിസ്ഥാൻ്റെ എൻവോയ് ഇന്ത്യക്കെതിരെ ലഡാക്കിലും കാശ്മീരിലും ഹ്യൂമൻ റൈറ്റ്സ് വല്ലാത്ത രീതിയിൽ മനുഷ്യാവകാശം ചവിട്ടി മെതിക്കുന്നു, വല്ലാത്ത രീതിയിലായിരിക്കുന്നു. ഇതിന് ഇന്ത്യ നല്ല രീതിയിലാണ് പ്രതികരിച്ചത്. മറ്റേ എക്കോണമിയായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ പ്രതികരിക്കാൻ പോയില്ല, കാരണം അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ പല കേരളത്തിലെ സുഡാപ്പിസ്റ്റുകൾ, അതായത് മിനി പാകിസ്ഥാൻകാർ, ഇതൊക്കെ സ്വപ്നം കണ്ട് കഴിയുന്ന സാധനങ്ങളാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റും അവരും അങ്ങ് വല്ലാതെ ആവേശത്തിലായി. അതായത് നിങ്ങൾക്കറിയാം, ഇസ്രായേൽ ഹമാസ് വാറിൽ പച്ച കള്ളത്തരമായ വിടുവാത്തരം വെച്ചനത്തും. അതായത് ഹമാസ് വാർ ജയിക്കുന്നു. സുഡാപ്പികൾക്കും മിനി പാകിസ്ഥാനിലും ഭയങ്കര സന്തോഷമാണ്. ഹമാസ് ജയിക്കുന്നു, ഇറാൻ ജയിക്കുന്നു, ഹിസ്ബുള്ള തിരിച്ചടിക്കുന്നു. അപ്പം അതേപോലെ തന്നെ പാകിസ്ഥാനിലും മറ്റുള്ള സുഡാപ്പികളും മിനി പാകിസ്ഥാനിലെ സുഡാപ്പികളൊക്കെ ഓർത്ത് സബാഷ് ഷെരീഫ് ഇത് അടിച്ചങ്ങ് വിട്ടു. ഇവിടുത്തെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ നിങ്ങൾ മനസ്സിലാക്കുക, 1800 കോടി രൂപയുടെ സ്കാൻഡൽ, അതായത് സ്കാമുമായിട്ട് ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ജയിലിൽ കഴിഞ്ഞ ആളാണ് ഈ പ്രധാനമന്ത്രി. അത് നേരെ ചൊവ്വേ ഇലക്ഷനിൽ ജയിച്ച ആളുമല്ല. അവിടെ മാൽ പ്രാക്ടീസൊക്കെ നടത്തി മറ്റുള്ള പ്രതിപക്ഷ പാർട്ടികളെ മുഴുവൻ ഒതുക്കി വോട്ടിങ്ങിന് പോലെ പാർട്ടികളുടെ അംഗത്വം പോലെ സസ്പെൻഡ് ചെയ്ത് ഇല്ലാത്ത ഭൂരിപക്ഷം ഉണ്ടാക്കിയെടുത്ത് അവിടുന്ന് ഇവിടുന്നൊക്കെ കാണിച്ച് ആ പ്രധാനമന്ത്രി കസേരയിൽ പട്ടാളത്തിൻ്റെ അനുവാദത്തോടു കൂടി ഇരിക്കുന്നയാളാണ്. ബേസിക്കലി അമേരിക്കൻ സപ്പോർട്ട്. അതാണ് അവർ ഈ പറയുന്ന ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ പ്രധാനമന്ത്രിയാണ് ഇന്ത്യക്ക് വെല്ലുവിളിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഈ പാകിസ്ഥാൻ ഈ പറയുന്നതും എന്താണ് ഇന്ത്യൻ എക്കോണമി. കാരണം ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് ഈ ടൈറ്റിലിൽ ഞാൻ പറയുന്ന പോലെ എലി ആനയോട്, അതായത് മാളത്തിൽ ഒളിച്ചിരിക്കുന്ന ചെറിയ എലിയുണ്ടല്ലോ, അത് ആനയെ വെല്ലുവിളിക്കുന്ന രീതി മാത്രമായിട്ട് ഇതിനെ കരുതിയാൽ മതി. ഇതിനെപ്പറ്റി ഇന്ത്യ കാര്യമായ രീതിയിലൊന്നും റെസ്പോണ്ട് ചെയ്യാൻ പോയില്ല. കാരണം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സോഷ്യൽ മീഡിയയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു തരംഗം തന്നെ ഉണ്ടായി. ഇപ്പോൾ പാകിസ്ഥാൻ എക്കോണമി എന്ന് പറയുന്നത് ഏകദേശം 378 ബില്യനാണ് അവരുടെ GDP എന്ന് പറയുന്നത്. 378 ബില്യൺ. അപ്പോൾ ഇന്ത്യയുടെ GDP എന്ന് പറയുന്നത് 3.7 ട്രില്യനാണ്. അത് ആലോചിച്ച് നോക്കണം. ഇപ്പം നമുക്ക് ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്യേണ്ടത് ഇന്ത്യയിലെ സ്റ്റേറ്റുമായിട്ട് കമ്പയർ ചെയ്യും. അതായത് മഹാരാഷ്ട്ര എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലൊരു സ്റ്റേറ്റ്, ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നല്ല GDP ഉള്ളൊരു സ്റ്റേറ്റാണ്. ആ സ്റ്റേറ്റിൻ്റെ ടോട്ടൽ GDP എന്ന് പറഞ്ഞാൽ $500 ബില്യൺ പെർ ഇയർ. 500 അത് മഹാരാഷ്ട്ര സ്റ്റേറ്റിൻ്റെ $500 ബില്യൺ മുമ്പിൽ ഈ 378 ബില്യൺ ഉള്ള പാകിസ്ഥാൻ പറയുകയാണ് ഇന്ത്യയെ വെല്ലുവിളിക്കുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്ക്, എന്തോ വിഡ്ഢിത്തരമാണ് ഇയാൾ ഈ പറഞ്ഞു കൂട്ടുന്നത്. അടുത്തൊരു പോയിന്റ് എടുക്കാം. തമിഴ്നാടിൻ്റെ GDP അത് ഏകദേശം 278 ബില്യനാണ്. നമ്മൾ അടുത്ത് കിടക്കുന്ന സ്റ്റേറ്റ്. അപ്പോൾ പാകിസ്ഥാൻ്റെ ടോട്ടൽ GDP ആയിട്ട് നോക്കുമ്പോൾ വളരെ കുറച്ച് വ്യത്യാസം മാത്രമേ ഉള്ളൂ. തമിഴ്നാട് ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റിൻ്റെ GDP ആയിട്ട്, ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റിൻ്റെ പോലും GDP ഇല്ലാത്തൊരു പാകിസ്ഥാൻ, അവരാണ് ഇന്ത്യയെ വെല്ലുവിളിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ 5ാമത്തെ GDP ഉള്ള ഒരു രാജ്യമാണ്. ഇവിടെ IT ഹബ്ബാണ് ഇന്ത്യ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേറെ പോയിന്റ് ഞാൻ പറയാം. അടുത്ത സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഫ്രാൻസിൽ പോയി യൂറോപ്പിനും ഒരു AI വേണമെന്നുള്ള അവരുടെ ഷെങ്കൻ രാജ്യങ്ങളുടെ തീരുമാനമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായ മീറ്റിങ്ങിൽ, അതായത് ഫ്രാൻസിലും എല്ലായിടത്തുമാണ് ഈ മീറ്റിംഗ് നടന്നത്. അതിനകത്ത് ഇന്ത്യയാണ് മെയിൻ റോളിലോട്ട് വന്നത്. എന്താ അവർ പറഞ്ഞത്? 97 ബില്യനാണ് യൂറോപ്യൻ രാജ്യങ്ങൾ യൂറോപ്പിന് വേണ്ടിയുള്ള AI ChatGPT ഉണ്ടാക്കാൻ ചിലവ്. അത് ഇന്ത്യയാണ് ഏൽപ്പിച്ചത്. അതായത് എൻ്റയർ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അവർക്ക് സ്വന്തമായിട്ട് ChatGPT ഉണ്ടാക്കാൻ ഇന്ത്യയെ ഏൽപ്പിച്ചേക്കുവാണ്. ആ ഒരു രാജ്യത്തിനോട്, അതായത് മനസ്സിലാക്കുക, ഒരു ചെറിയ ഒരു രാജ്യം, അത് ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസം മത തീവ്രവാദം കൊണ്ട് നശിച്ച ഒരു രാജ്യം,
ആ രാജ്യം തന്നെ വരാൻ പോകുന്ന 2-3 മാസങ്ങളിൽ 3 പാർട്ടായിട്ട് പിളരാൻ പോകുന്ന രാജ്യം, ഒരു സമാധാനമില്ലാത്ത രാജ്യം, മത തീവ്രത കൊണ്ട് മാത്രം നശിച്ച ഒരു രാജ്യം. ഈ രാജ്യം ഞാൻ പറയുകയാണ്, ഇന്ത്യ എന്ന് പോയത് അത്രയും നന്നായി. കാരണം അവരുടെ മുസ്ലിം സംഭവമാണെന്നും പറഞ്ഞുകൊണ്ട് പോയത് അന്നേ നന്നായി. അല്ലാതെ ഇതിനെ മുഴുവൻ നമ്മൾ ചുമക്കേണ്ട ഗതികളിലുണ്ട്. കാരണം ഇന്ന് മിനി പാകിസ്ഥാനെ ചുമന്ന് കേരളം ഒരു പരുവത്തിലായി. അപ്പോൾ ഈ പാകിസ്ഥാനെ കൂടെ ചുമക്കുവാണെങ്കിൽ എന്ത് സ്ഥിതിയായിരുന്നു ഇന്ത്യയുടെ? അപ്പോൾ ഇത് പോയതേ നന്നായി. അപ്പോൾ ആ രാജ്യമെന്ന് പറയുന്നത് ഇന്ത്യൻ എക്കോണമിയുമായിട്ടും ഇന്ത്യയോട് വെല്ലുവിളിക്കുകയാണ്. അപ്പം അത്രമാത്രം ബോധമില്ലാത്ത അഴിമതി കേസിൽ അകത്ത് കിടന്ന അവിടുത്തെ പ്രധാനമന്ത്രി ഇത് പറയുമ്പോൾ ഇന്ത്യ പൂർണ്ണമായിട്ട് ഇത് ഇഗ്നോർ ചെയ്തു. കാരണം ഒരിക്കലും നടക്കാത്തൊരു സ്വപ്നം എന്ന് പറയുന്ന പോലെ ഒരു കാരണവശാലും നടക്കില്ല, എവിടെയും നടക്കില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ഇന്ത്യയുടെ ഹ്യൂമൻ റൈറ്റ്സ് യുണൈറ്റഡ് നേഷൻ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ജനീവയിൽ ഇന്ത്യയുടെ എൻവോയ് നടത്തിയൊരു പ്രസ്താവന നിങ്ങൾ കേൾക്കണം. അദ്ദേഹം എന്താ പറഞ്ഞത്? ഫോറിൻ എയ്ഡ് അമേരിക്കയും ചൈനയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും ചില അറേബ്യൻ രാജ്യങ്ങളും കൊടുക്കുന്ന ഫോറിൻ എയ്ഡിൽ ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഈ പാകിസ്ഥാൻ. അത് നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര അവരുടെ എയ്ഡ്, ഹ്യൂജ് എയ്ഡാണ്. അതേപോലെ വേൾഡ് ബാങ്ക്, IMF, ഏഷ്യ ഡെവലപ്മെൻറ്റ് ബാങ്ക്, ഇവരെല്ലാം അവരെ സഹായിച്ചില്ലെങ്കിൽ നാളെ അവിടെ കഞ്ഞുകൂടി മുട്ടും. ആ രാജ്യമാണ് ഇന്ത്യയെ വെല്ലുവിളിക്കുന്നത്. അപ്പം എത്ര ബോധമാണ് ഈ സുഡാപ്പി ഷബാസ് ഷെരീഫിനുള്ളത്? ആലോചിച്ച് നോക്കാം. ആ ബോധത്തിൻ്റെ ഭാഗം മാത്രമാണ് ഈ കേരളത്തിലെ സുഡാപ്പികൾക്കുള്ളത്. അത്രമാത്രം വിഡ്ഢിയ. അതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം, ഇന്ത്യ എവിടുന്ന് എങ്ങോട്ടാണ് കുതിച്ചത്? ലോകം മുഴുവൻ റെസ്പെക്റ്റ് ചെയ്യുന്ന രാജ്യം. അത് ലോകത്തിൽ ChatGPT യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ ഇന്ത്യയാണ് ഏൽപ്പിക്കുന്നത്. കാരണം ടെക്നോളജി ഹബ്ബാണ് ഇന്ത്യ. ആ രാജ്യത്തിൻ്റെ ഈ വെല്ലുവിളിക്കുമ്പോഴത് യുണൈറ്റഡ് നേഷനിൽ ഇതേപോലെയുള്ള പ്രസ്താവന നടത്തുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. നമുക്കിനി ഫോറിൻ റിസർവ് നോക്കാം. പാകിസ്ഥാൻ്റെ ആകെ ഫോറിൻ റിസർവ് എന്ന് പറയുന്നത് 8 ബില്യൺ മാത്രമേ ഉള്ളൂ. ഇന്ത്യക്ക് 600 ബില്യന് മുകളിലാണ്. അതായത് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏതെങ്കിലും രാജ്യം എയ്ഡ് നിർത്തിക്കഴിഞ്ഞാൽ അവിടെ കൂടുതൽ മേടിക്കാൻ പണമില്ല. നമ്മൾ നേരത്തെ കണ്ടതാണ്. അത്രമാത്രം ദരിദ്രമായ പട്ടിണി രാജ്യം, ആഹാരം പ്രോപ്പറായിട്ടില്ലാത്ത രാജ്യം. കാരണം കാരണം അവിടുത്തെ ഫ്ലഡൊക്കെ വന്ന് ഏതാണ്ട് നശിച്ച് നാറാണക്കല്ലായി. അവിടുത്തെ സീനിയറായിട്ട് 1-2 ജേർണലിസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ 2 ദിവസം ഇതിനെപ്പറ്റി സംസാരിച്ച് കഴിയുമ്പോൾ അവർ പറയുക, ഈസ് എ ഇഡിയറ്റ് എന്നാണ് പറഞ്ഞത് പ്രൈം മിനിസ്റ്റർ. ഹൗ ക്യാൻ ഈ ചലഞ്ച് ഇന്ത്യ? അവിടുത്തെ പാകിസ്ഥാൻ്റെ ഓൺ ജേർണലിസ്റ്റുകൾ ഇസ്ലാമാബാദ് എന്ന് പറയുന്ന സംഭവമാണ്. ഒരു ജേർണലിസ്റ്റ് ലാഹോർ എന്ന് പറയുക തലയ്ക്ക് വട്ടാണ്. അല്ലെങ്കിൽ ഇതേപോലെ കമ്പാരിസൺ നടത്തുക. സ്വന്തമായിട്ട് രാജ്യം ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ പറ്റാത്തൊരു പ്രധാനമന്ത്രി പറയുകയാണ് ഇന്ത്യയെ ചലഞ്ച് ചെയ്യുകയാണ്. അതേപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഭവമുണ്ട്. ഇന്ത്യയെ താറടിക്കാൻ വേണ്ടി ഇവർ പല ഫോറങ്ങളിലും ഇതേപോലെയുള്ള പ്രസ്താവനകൾ നടത്തും. കാശ്മീർ ഇഷ്യൂ, ലഡാക്ക് ഇഷ്യൂ. ലഡാക്കിൽ എന്തോ ഇഷ്യൂ? നിങ്ങൾ ലഡാക്കിൽ അടുത്ത സമയത്ത് ഏതെങ്കിലും ഇഷ്യൂ കേട്ടോ? കാശ്മീർ എന്ന് പറയുന്ന ഡെവലപ്മെൻറ്റ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ടാണ് ഡെവലപ്മെൻറ്റ് ഉണ്ടായത്. ആ ഡെവലപ്മെൻറ്റ് ഉണ്ടായതിന് ശേഷമാണ് അവർ ടെററിസത്തിൽ നിന്ന് ചെറുപ്പക്കാർ മുഴുവനും മാറുക മാത്രമല്ല, അവർ ഇന്ത്യൻ സൈനിക ഫോഴ്സുകളിലും അവിടുത്തെ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ, അവിടുത്തെ സ്റ്റേറ്റ് പോലീസിൽ ചേരാൻ തുടങ്ങി. കാരണം സെക്യൂരിറ്റിക്ക് വേണ്ടി. പക്ഷേ ഇന്ത്യ വളരെ സ്കാൻ ചെയ്ത് അവരെ എടുക്കുക. കാരണം ഇവരുടെ പൂർണ്ണമായിട്ടും ബയോയും ഒക്കെ നോക്കിയിട്ട് ഇവർക്ക് ഏതെങ്കിലും രീതിയിൽ ടെററുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അവരെ എടുക്കുന്നുമില്ല. കാരണം ഇന്ത്യ അവിടെ സമാധാനം കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. അതായത് ഒറ്റയ്ക്ക് നിൽക്കാൻ പോലും കെൽപ്പില്ലാത്ത പാകിസ്ഥാൻ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തെ വെല്ലുവിളിക്കുമ്പം കേരളത്തിലെ സുഡാപ്പികൾ സോഷ്യൽ മീഡിയയിൽ അലക്കുക. അതേപോലെ തന്നെ എൻ്റെ ഒരു റിക്വസ്റ്റാണ്, ഇന്ത്യ ഈ യുണൈറ്റഡ് നേഷൻ്റെ ഈ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലൊന്നും പങ്കെടുക്കാൻ പോകരുത്. എന്തിനാ ഇതേപോലത്തെ ഒരു തേർഡ് റേറ്റഡ് കൺട്രി ഇന്ത്യക്കെതിരെ പറയുമ്പോൾ ഇന്ത്യ അതിനെ റെസ്പോണ്ട് ചെയ്യേണ്ട ആവശ്യം എന്തുവാ? ഇതേപോലെയുള്ള ഫോറങ്ങളിലൊക്കെ പല രാജ്യങ്ങളും ഇന്ത്യ താറടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യ ഇങ്ങനെയുള്ള സംഭവങ്ങൾ പങ്കെടുക്കാതിരിക്കുക. അതാണ്. കാരണം ഇന്ത്യ അതിനേക്കാളൊക്കെ വലുതാണ്. ഇന്ത്യ വലിയ രാജ്യമായി മാറി. ഇതൊക്കെയാണ് ഈ അമേരിക്ക ചില കാര്യങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഇവരൊന്നും മൈൻഡ് പോലും ചെയ്യത്തില്ലേ സംഭവം. ഇൻ്റർനാഷണൽ ജസ്റ്റിസ് ഫോറം, ചള്ള ചവർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം ഇതേപോലെയുള്ള സംഘടനകളിൽ പോയിട്ട് ഇന്ത്യക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പാകിസ്ഥാനൊന്നും ഉത്തരം കൊടുക്കാൻ പോകരുത്. ഇത് പൂർണ്ണമായിട്ടൊക്കെ ഇഗ്നോർ ചെയ്യണം.
അതാണ് ഇപ്പോൾ ഇന്ത്യയുടെ ആവശ്യം. അല്ലാതെ ഇതേപോലെയുള്ള ചള്ളു ചവറ സാധനത്തിന് മറുപടി കൊടുത്ത് നമ്മുടെ വലിയ സമയം എന്തിനാണ് നമ്മൾ കളയേണ്ട ആവശ്യം? ഇന്ത്യ എവിടെയാണെന്നുള്ളത് ലോകത്തിൽ എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. ഈ തേർഡ് റേറ്റഡ് ആയ ഭീകരപ്രവർത്തനം മാത്രം നടത്തി അതുമാത്രം പ്രോഡക്റ്റായിട്ടും ലോകത്ത് കാഴ്ചവെക്കുന്ന ഈ പാകിസ്ഥാനെ അതിന് ഉത്തരം കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക്. കാരണം ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റുമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും കഴിവില്ലാത്തൊരു രാജ്യം. അതിന് നമ്മളെന്തിനാണ് മറുപടി കൊടുക്കാൻ പോകുന്നത്? ഇപ്പം ഇതിനെയൊക്കെ പൂർണ്ണമായിട്ട് നമ്മൾ ഇഗ്നോർ ചെയ്യുക മാത്രമല്ല, ഇതിനെ പൂർണ്ണമായിട്ട് അവഗണിക്കുക കൂടിയാണ് നമ്മൾ ചെയ്യേണ്ടത്.